പല ആളുകളും പ്രാർത്ഥിക്കുമ്പോൾ മഹാന്മാരുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട്, അല്ലെങ്കിൽ അമ്പിയാക്കളുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ രോഗം മാറ്റണമേ, ഞങ്ങളുടെ പ്രയാസങ്ങൾ നീക്കണമേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു രീതിയുണ്ട്. ഇത് ശരിയാണോ എന്നാണ് ചോദ്യകർത്താവ് ചോദിച്ചിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് അത് ശരിയല്ല എന്നാണ്. 2 കാരണങ്ങളാണ് അതിനുള്ളത്. അതിലൊന്നാമത്തത്, പരിശുദ്ധ ഖുർആനിലോ ഹദീസിലോ ഈ രൂപത്തിലുള്ള ഒരു പ്രാർത്ഥനാ രീതി നമുക്ക് കാണാൻ കഴിയില്ല. രണ്ടാമത്തത്, അത് യുക്തിക്ക് യോജിക്കുന്നതുമല്ല. ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ, ഹക്ക് എന്ന് പറഞ്ഞാൽ അവകാശം എന്നാണ്. ജാഹ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ സ്ഥാനം, അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരാൾക്കുള്ള സ്ഥാനം ജാഹ് എന്ന് പറഞ്ഞാൽ. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരാളുടെ അനുഗ്രഹം, അയാൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഫളായിലുകൾ. അപ്പോൾ അള്ളാഹുവെ ഇന്ന ആളുടെ അവകാശം കൊണ്ട് ഞങ്ങൾക്ക് തരണമേ എന്ന് പറയണമെങ്കിൽ ആ വ്യക്തിക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ എന്തെങ്കിലും ഒരു അവകാശമുണ്ട് എന്ന് വരും. അങ്ങനെ ഒരു അവകാശം ഏതെങ്കിലും വ്യക്തികൾക്ക് നൽകിയതായി നമുക്ക് ഖുർആനിലോ ഹദീസിലോ കാണാൻ കഴിയില്ല. മാത്രമല്ല, ജാഹ് കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറയുമ്പോൾ മറ്റൊരാളുടെ മേന്മ കൊണ്ട്, ശ്രേഷ്ഠത കൊണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവെ ഇന്ന ആൾ വലിയ ആളാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് നൽകണമേ, അതിലെന്ത് യുക്തിയാണുള്ളത്? ആ വ്യക്തി നല്ല ആളാണ് അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതേപോലെ തന്നെ മറ്റൊരാളുടെ ബറക്കത്ത് കൊണ്ട്, അയാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വല്ല ബറക്കത്തും ആ വ്യക്തിക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ ബറക്കത്ത് കൊണ്ട് വേറൊരാളെ അള്ളാഹു സഹായിക്കുക എന്നതും യുക്തിക്ക് യോജിക്കുന്നതല്ല. അപ്പോൾ യുക്തിപരമായി അതിൽ യാതൊരു അർത്ഥവുമില്ല. അതോടൊപ്പം തന്നെ അതിനേക്കാൾ പ്രധാനം പ്രമാണങ്ങളിൽ നമുക്കത് കാണാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്, അമ്പിയാക്കളുടെ പ്രാർത്ഥനകൾ. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം രോഗം വന്നപ്പോൾ പ്രാർത്ഥിച്ചു. ആദം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തെറ്റു സംഭവിച്ചപ്പോൾ പ്രാർത്ഥിച്ചു. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം സത്യനിഷേധികൾക്കെതിരെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒട്ടനവധി നബിമാരുടെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിലുണ്ട്. അവിടങ്ങളിലെല്ലാം റബ്ബി അല്ലെങ്കിൽ റബ്ബന എന്നല്ലാതെ ഏതെങ്കിലും ഒരു മഹാന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അള്ളാഹുവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പരിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയില്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. എൻ്റെ അടിമ എന്നെ സംബന്ധിച്ച് താങ്കളോട് ചോദിച്ചാൽ പറയണം, ഞാൻ അവരുടെ സമീപസ്ഥനാണ്. അവർ എന്നോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകാം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഡയറക്റ്റ് പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നില്ല. അതേപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരുപാട് ദുആകളുണ്ട്. ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ പഠിപ്പിച്ച ദുആകളിൽ എവിടെയും തന്നെ സ്വഹീഹായ ഒരൊറ്റ ഹദീസിലും ഒരൊറ്റ ദുആയിലും ഏതെങ്കിലും ഒരു നബിയുടെ വലിയൻ്റെ ഹക്ക് കൊണ്ടോ ജാഹ് കൊണ്ടോ ബറക്കത്ത് കൊണ്ടോ അതിനെ മുൻനിർത്തി പ്രാർത്ഥിക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ കഴിയില്ല. സ്വഹാബികൾ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. ഉദാഹരണത്തിന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ മഴയില്ലാതിരുന്ന സന്ദർഭത്തിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാചകമുണ്ട്. അവിടെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനെയാണ് ഇമാമായി നിർത്തിയത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബിനബിയ്യിന ഫതസ്ഖീന വ ഇന്നാ നതവസ്സലു ഇലൈക ബിഅമ്മി നബിയ്യിന ഫസ്ഖിന. അള്ളാഹുവെ, ഞങ്ങൾ പ്രവാചകൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നബിയിലൂടെയാണ് ഞങ്ങൾ തവസ്സുൽ ചെയ്തിരുന്നത്. അഥവാ നബി ജീവിച്ചിരുന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലാണ് ഇമാമായി നിന്ന് നമസ്കരിച്ചത്. എന്നാൽ ഇപ്പോൾ പ്രവാചകനില്ല, അതുകൊണ്ട് ഞങ്ങൾ പ്രവാചകൻ്റെ പിതൃ സഹോദരനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ മുൻനിർത്തിയിട്ടാണ് ഞങ്ങൾ മഴയ്ക്ക് വേണ്ടി തേടുന്നത് എന്നാണ്. അപ്പോൾ ഹക്ക് കൊണ്ടും ജാഹ് കൊണ്ടും ബറക്കത്ത് കൊണ്ടും പ്രാർത്ഥിച്ചാൽ കൂടുതൽ ഉത്തരം കിട്ടുമായിരുന്നെങ്കിൽ അവർ അവിടെ അള്ളാഹുവിനോട് നബിയുടെ ഹക്ക് കൊണ്ട്, നബിയുടെ ജാഹ് കൊണ്ട്, നബിയുടെ ബർക്കത്ത് കൊണ്ടായിരുന്നു തേടേണ്ടിയിരുന്നത്. പക്ഷെ അങ്ങനെയല്ല അവർ ചെയ്തത്. മറിച്ച് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമായി നിർത്തുകയാണ് ചെയ്തത്. അപ്പോൾ നബിയോ സഹാബികളോ അവരുടെ പ്രാർത്ഥനകളിലും നിലപാടുകളിലും ഒന്നും തന്നെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് തേടുന്ന ഒരു രീതി നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. പരിശുദ്ധ ഖുർആനിലുള്ള പ്രാർത്ഥനകളിൽ എവിടെയും നമുക്കത് കാണാൻ കഴിയില്ല. മറിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു ഉത്തരം നൽകാൻ അള്ളാഹുവിൻ്റെ അസ്മാകൾ കൊണ്ട് പ്രാർത്ഥിക്കാം. അള്ളാഹു റഹ്മാനാണ്, റഹീമാണ്, സമീആണ്, ബസീറാണ്, ഈ പേരുകളൊക്കെ മുൻനിർത്തി പ്രാർത്ഥിക്കാം. അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ മുൻനിർത്തി പ്രാർത്ഥിക്കാം. നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളെ മുൻനിർത്തി പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന ആളുകളോട്, വിശ്വാസികളോട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് പ്രാർത്ഥിക്കാം. അതിനപ്പുറത്ത് ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് ഇന്ന മഹാൻ്റെ
ഹക്ക് കൊണ്ട്, ജാഹ് കൊണ്ട്, ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രയാസം നീക്കണമേ, ഞങ്ങളുടെ രോഗം മാറ്റണമേ, ഞങ്ങൾക്കൊരു സന്താനത്തെ നൽകണമേ തുടങ്ങിയ പ്രാർത്ഥന അത് പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. അത് ബിദ്അത്താണ്. മാത്രമല്ല, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഹക്ക് കൊണ്ട് ചോദിച്ചാൽ അങ്ങനെ തരൽ അള്ളാഹുവിന് നിർബന്ധമായി തീരും എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കുമാണ്. കാരണം അവിടെ ആ വ്യക്തിക്ക് അള്ളാഹുവിൻ്റെ മേൽ അധികാരമുള്ളതുപോലെയായി. അതുകൊണ്ട് തന്നെ ഹക്ക് കൊണ്ടോ, ജാഹ് കൊണ്ടോ, ബറക്കത്ത് കൊണ്ടോ തേടിയാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ അള്ളാഹു നിർബന്ധിതനാകുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കായിത്തീരും. അതുകൊണ്ട് തന്നെ അത്തരമൊരു വിശ്വാസമില്ലാതെ ഇങ്ങനെ പ്രാർത്ഥിക്കൽ നല്ലതാണെന്ന് വിചാരിച്ചാണ് ഒരാൾ ചെയ്യുന്നതെങ്കിൽ പറയാനുള്ളത് അത് ബിദ്അത്താണ്. അത് ഷിർക്കിലേക്കുള്ള ഒരു വസീലയായി, ഒരു മാർഗമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് അത്തരം രീതികൾ ഒഴിവാക്കണമെന്നാണ് പറയാനുള്ളത്. അതുപോലെ അതിനെ തുടർന്ന് ബദരീങ്ങളാൽ തുണ റബ്ബന, ഇത് ഷിർക്കാണോ, ഷിർക്കിലേക്കുള്ള വസീലയാണോ എന്നൊരു തുടർ ചോദ്യം. അതെ, നാം ഇപ്പോൾ ഇതുവരെ വിശദീകരിച്ച ഒരു രൂപം തന്നെയാണ് അതിന്. ബദരീങ്ങളാൽ തുണ റബ്ബന എന്ന് പറഞ്ഞാൽ ബദരീങ്ങളെ വസീലയാക്കിയിട്ട് അവരുടെ മഹത്വം കൊണ്ട് അവരെ മുൻനിർത്തി റബ്ബേ നീ ഞങ്ങളെ കാക്കണമേ എന്ന് പറയുന്ന രീതിയാണ്. നമുക്ക് പറയാനുള്ളത് അത് ബിദ്അത്താണ്. അത്തരം രീതികൾ ശരിയല്ല. ബദരീങ്ങളോട് നേരിട്ട് വിളിച്ചു പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് പച്ചയായ ശിർക്കാണ്. എന്നാൽ അവരെ വസീലയാക്കി ബദരീങ്ങളെ കൊണ്ട് ഞങ്ങളെ കാക്കണമേ എന്നാണെങ്കിൽ അത് ബിദ്അത്താണ്. മാത്രമല്ല അത് ഷിർക്കിലേക്കുള്ള വസീലയാണ്. കാരണം അത്തരം രീതികളാണ് പിന്നീട് മഹാന്മാരെയും അമ്പിയാക്കളെയും ഒക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, വിഗ്രഹാരാധനയുടെ തുടക്കം മഹാന്മാരെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ്. പിന്നീട് അവരോട് നേരിട്ട് പ്രാർത്ഥിക്കുന്ന അവസ്ഥയുണ്ടായി. യഹൂദ ക്രൈസ്തവർ ചെയ്തിരുന്നത് അമ്പിയാക്കളോ സാലിഹ്യങ്ങളോ മരണപ്പെട്ടാൽ ബനു അല ഖബ്രിഹി മസ്ജിദ, അവരുടെ ഖബറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഖബറിൻ്റെ മേലെ ഒരു മസ്ജിദ് ഉണ്ടാക്കി അതിനെ വസീലയാക്കി, അവിടെയുള്ള സൽക്കർമ്മങ്ങളെ വസീലയാക്കി അവർ റബ്ബിനോട് തേടി. പിന്നീട് അവർ ആ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥയുണ്ടായി. അതുകൊണ്ട് തന്നെ ബദരീങ്ങളാൽ തുണ റബ്ബന എന്ന് പറയുന്ന അതേ ആളുകൾ ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം അത്തരം രീതികൾ പിന്നെ അവരെ എന്തിലേക്ക് കൊണ്ടുപോയി? ഷിർക്കിലേക്ക് കൊണ്ടുപോയി. അതുകൊണ്ട് ബദരീങ്ങളെ കാക്കണേ എന്നാണ് പറയുന്നതെങ്കിൽ അത് ഷിർക്കാണ്. ബദരീങ്ങളാൽ തുണ റബ്ബന എന്ന് പറയുകയാണെങ്കിൽ അത് ഷിർക്കിലേക്കുള്ള വഴിയും ബിദ്അത്തുമാണ്. നമുക്കത് പാടില്ല. റഹ്മാനായ റബ്ബിനോട് നേർക്ക് നേരെ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു ഈ ഉമ്മത്തിനെ എല്ലാ നിലക്കുമുള്ള ചെറുതും വലുതുമായ ഷിർക്കുകളിൽ നിന്നും ഷിർക്കിലേക്കുള്ള വസീലകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ.